الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ഹാഖയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഈ സൂറത്തിൻ്റെ അടിസ്ഥാന വിഷയം പരലോകം സത്യമാണ് എന്ന് പ്രഖ്യാപിക്കലാണ്. അതുപോലെ ഈ ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പരലോകത്തിൻ്റെ സംഭവ്യത അതുറപ്പാണ് എന്നുള്ള കാര്യം, അതുമായി ബന്ധമുള്ള ഒരു 6 വിഷയങ്ങളായി ഈ സൂറത്തിലെ ആയത്തുകൾ നമുക്ക് വേർതിരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഏതാനും ആയത്തുകൾ, 3 ആയത്തുകൾ പരലോകം സത്യമാണ് എന്നുള്ള പ്രഖ്യാപനമാണ്. അൽ ഹാഖ, ഹാഖ എന്ന് പറഞ്ഞാൽ ഹക്ക് എന്നുള്ള വാക്കിൽ നിന്നുണ്ടായതാണ്. സത്യമായും സംഭവിക്കുന്നതാണ് പരലോകം എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. ഇപ്പോൾ പരലോകം എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് അള്ളാഹു തആല പ്രഖ്യാപിക്കുന്നു. തുടർന്നുള്ള ആയത്തുകളിൽ ഈ യാഥാർത്ഥ്യം നിഷേധിച്ച മുൻഗാമികളായ സമുദായങ്ങൾക്ക് ഉണ്ടായ പരിണതി, അവർക്ക് ലഭിച്ച ദുനിയവിയായ ശിക്ഷ, ഉഖൂബത്തുൻ ദുനിയവിയ, ദുനിയാവിൽ തന്നെ അള്ളാഹു കൊടുത്ത ശിക്ഷ, അതിനെക്കുറിച്ച് പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട സമുദായങ്ങളെയാണ് എടുത്ത് പറഞ്ഞത്. ആദ്, സമൂദ്, അതുപോലെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൗമ്, അതുപോലെ ഫിർഔൻ്റെ കൗമ്. ഇവരൊക്കെ മക്കയിലെ അറബികൾക്ക് അറിയുന്നതാണ്. ആദും സമൂദും അറേബ്യയിൽപ്പെട്ട 2 നാടുകളാണ്, അറബി കബീലകളാണ് എന്നതൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് അവരെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അത് കഴിഞ്ഞ് 3ാമത്തെ വിഷയം പരലോകത്തുള്ള മനുഷ്യൻ്റെ അവസ്ഥകളാണ്. അല്ലേ, പരലോകം എന്നുള്ളതാണ് വിഷയം. അത് നിഷേധിക്കുന്ന ആളുകളുടെ ശിക്ഷയെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ പറയുന്ന പരലോകം അവിടെ എങ്ങനെയായിരിക്കും അവിടുത്തെ അവസ്ഥ? മനുഷ്യർ അവിടെ 2 അവസ്ഥയിലായിരിക്കും. ആ 2 കൂട്ടരെക്കുറിച്ചുമാണ് ഇനിയുള്ള ആയത്തുകൾ. അത് കഴിഞ്ഞ് 4ാമത് പറയാൻ പോകുന്ന വിഷയം വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളല്ല, അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന കാര്യം പറയുന്നു. കാരണം ഈ പരലോകത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഖുർആനാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സങ്കല്പങ്ങളല്ല, ഭാവനയല്ല, അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് 5ാമതായി വിശുദ്ധ ഖുർആനോടുള്ള സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ 2 വിഭാഗമായിരിക്കും. ഹസ്രത്തുൻ അലൽ കാഫിരീൻ, തദ്കിറത്തുൻ ലിൽ മുത്തഖീൻ. ഖുർആൻ തഖ്വയുള്ള ആളുകൾക്ക്, അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക്, ഈ വിശദീകരിച്ച പരലോകം അതിനെക്കുറിച്ചുള്ള പേടിയുള്ള ആളുകൾക്ക് ഖുർആൻ ഉപകാരപ്രദമായ ഒരു ഉത്ബോധനമായിരിക്കും. നിഷേധികൾക്ക് അത് ഒരു നഷ്ടമായിരിക്കും. അഥവാ അവർക്ക് ശിക്ഷ വർദ്ധിക്കാൻ ഖുർആൻ കാരണമാകും. കാരണം ഖുർആനിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ ധിക്കരിക്കും, ഓരോ കാര്യങ്ങളെയും അവർ പരിഹസിക്കും. അങ്ങനെ അവർക്ക് അദാബ് കൂടാൻ ഖുർആൻ കാരണമാകും. അവസാനമായി അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കൽപ്പിച്ചുകൊണ്ട് സൂറത്ത് അവസാനിച്ചു. അപ്പോൾ ഈ തസ്ബീഹിന് വേണ്ടിയുള്ള കൽപ്പന, അതാണ് 6ാമത്തെ വിഷയം. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആദ്യത്തെ 2 ഗ്രൂപ്പ് ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു. ഇനി 3ാമത്തെ വിഷയം പരലോക നിഷേധികൾക്ക് കിട്ടിയ ദുനിയവിയായ, അതാണ് പറഞ്ഞു കഴിഞ്ഞത് അല്ലേ, അത് പറഞ്ഞു. 3ാമത്തെ വിഷയം പരലോകത്തുള്ള മനുഷ്യരുടെ 2 അവസ്ഥകൾ, അതാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് പരലോകത്തിൻ്റെ സംഭവ വികാസങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അല്ലെ, പരലോകം എങ്ങനെയാണ് തുടങ്ങുന്നത്, മരണാനന്തര ജീവിതം എങ്ങനെയാണ് തുടങ്ങുന്നത്. അതിൻ്റെ 1ാമത്തെ ഘട്ടം അത് സൂറിൽ ഊതുക എന്നുള്ളതാണ്. സൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഹളം എന്ന് മലയാളത്തിൽ പറയാം, ഹോൺ എന്ന് ഇംഗ്ലീഷിൽ പറയാം. അങ്ങനെയുള്ള ഒരു വസ്തുവിൽ മലക്ക് ഇസ്രാഫീൽ ഊതിക്കൊണ്ടാണ് അന്ത്യദിനത്തിൻ്റെ തുടക്കം. അപ്പോൾ അന്ത്യദിനം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് കഴിഞ്ഞ് ആഖിറത്ത് തുടങ്ങുന്നതിൻ്റെ ആ തുടക്കത്തിനാണ് നമ്മൾ യൗമുൽ ഖിയാമ എന്ന് പറയുന്നത്. അതിലൊരുപാട് സംഭവങ്ങൾ നടക്കാനുണ്ട്. അതിൽ 1ാമത്തെ സംഭവമാണ് അന്നഫ്ഖു ഫിസ്സൂർ ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖത്തുൻ വാഹിദ. സൂറിൽ ഊതപ്പെട്ടാൽ നഫ്ഖത്തുൻ വാഹിദ, ഒരു ഒറ്റ ഊത്ത് എന്ന് പറഞ്ഞു. നുഫിഖ എന്ന് പറഞ്ഞാൽ നഫഖ എന്നുള്ളതിൻ്റെ മജ്ഹൂലാണ്. അല്ലെ, ഊതപ്പെട്ടാൽ. നഫഖ എന്ന് പറഞ്ഞാൽ ഊതിയ. ഫഇദാ നുഫിഖ ഫിസ്സൂർ, സൂറിൽ ഊതപ്പെട്ടാൽ. സൂർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് അത് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. ഗരീബായൊരു വാക്കാണ്. അല്ല, ഖുർആനിലുള്ള അത്ര സാധാരണമല്ലാത്ത വാക്കുകൾക്കാണ് ഗരീബ് എന്ന് പറയുന്നത്, എന്ന് മുമ്പ് പറഞ്ഞതാണ്. അങ്ങനെയുള്ള വാക്കുകൾ പ്രത്യേകം ഓർത്ത് വെക്കുന്നത് നമുക്ക് പിന്നീട് ഉപകാരപ്പെടും. കാരണം അതാണ് പെട്ടെന്ന് മറക്കുക. അപ്പം സൂർ എന്നുള്ള വാക്ക് ഗരീബാണ് എന്നത് ഹദീസിൽ തന്നെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഒരു സഹാബി വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടാണ് എന്താണ് സൂർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അറബികൾക്ക് അത്ര പരിചയമില്ലാത്തൊരു വാക്കാണ്.
ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു അറാബി വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അറാബി അല്ലേ എന്ന് പറയാൻ പറ്റില്ല, കാരണം അറാബികളാണ് ഏറ്റവും കൂടുതൽ അറബി അറിയുന്ന ആളുകൾ. അറബി ഭാഷ ഏറ്റവും നന്നായി സംസാരിക്കുന്ന ആളുകളാണ് അറാബികൾ. അപ്പോൾ ഇയാൾ വന്നിട്ട് ചോദിച്ചു, മസ്സൂർ, സൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖർനുൻ യുൻഫഖു ഫീഹി. ഖർന് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഖർന് എന്ന് പറഞ്ഞാൽ ഹോൺ അല്ലേ? ഹോൺ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം നമുക്ക്, ഷേപ്പ്. അപ്പോൾ ഖർന് എന്ന് പറഞ്ഞാൽ സാധാരണ അറബികൾ ഉപയോഗിക്കുന്ന വാക്കാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹോൺ എന്നുള്ള വാക്ക് സാധാരണ ഉപയോഗിക്കുന്നത് എന്തിനാണ്? അല്ലേ, മൃഗങ്ങളുടെ കൊമ്പിന് ഹോൺ എന്ന് പറയില്ലേ? ആ കൊമ്പിൻ്റെ ഷേപ്പിലായതുകൊണ്ടാണ് ഇനി ഹോൺ എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഖർനുൻ യുൻഫഖു ഫീഹി, ഊതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ കൊമ്പിൻ്റെ രൂപത്തിലുള്ള ഒരു വസ്തുവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഫഇദാ നുഫിഖ ഫിസ്സൂർ, ആ സൂറിൽ ഊതിക്കഴിഞ്ഞാൽ നഫ്ഖത്തുൻ വാഹിദ, ഒറ്റ ഒരു ഊത്ത്. നമുക്കറിയാം ഖിയാമത്ത് നാളിൽ 2 തവണ സൂറിൽ ഊതും. എന്താണ്? ഒന്നാമത്തേത് നഫ്ഖു അസ്സാഖ, എല്ലാവരും മരിച്ചു വീഴുന്ന ഊത്ത്. സാഖത്ത് എന്ന് പറഞ്ഞാൽ നിലത്ത് വീഴുക, സഅഖ യസ്അഖു സാഖത്തൻ, നിലത്ത് വീഴുക. അപ്പോൾ നിലത്ത് വീഴാനുള്ള, മരിച്ചു വീഴാനുള്ള ഊത്ത്. പിന്നീട് നഫ്ഖു അൽ ബഅസ്, എഴുന്നേൽക്കാനുള്ള ഊത്ത്. അപ്പോൾ ഈ 2 ഊത്തുണ്ട്. ഇതിലേതാണ് ഇവിടെ പറയുന്നത്? ഒന്നാമത്തെ ഊത്താണ്, കാരണം പരലോകത്തിൻ്റെ തുടക്കമാണ് ഒന്നാമത്തെ ഊത്താണ്. ഈ ഊത്തിനെ കുറിച്ച് ഹദീസുകൾ വന്നിട്ടുണ്ട്, അതുപോലെ വിശുദ്ധ ഖുർആനിൽ തന്നെ പല സൂറത്തുകളും വന്നിട്ടുണ്ട്. വേറെ എവിടെയാണ് ഈ ഊത്തിനെ കുറിച്ച്, ഒന്നാമത്തെ ഊത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? സൂറത്ത് സുമറിൽ വനുഫിഖ ഫിസ്സൂരി അല്ലെ, ആ ഊത്ത് എന്താണെന്നുള്ളത് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതാണ് ഖുർആൻ്റെ പ്രത്യേകത. കിതാബൻ മുതശാബിഹൻ, പരസ്പര സാദൃശ്യമുള്ള കിതാബാണ്. ഒരു സ്ഥലത്ത് പറഞ്ഞ കാര്യം വേറൊരു സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ടാകും. വെറുതെ ആവർത്തിക്കുകയല്ല, അവിടെ എന്തെങ്കിലും ഒരു കാര്യം എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ ഊത്ത് ഊതിയാൽ എന്നിവിടെ പറഞ്ഞു. എന്താണ് ആ ഊത്ത്? അന്ന് എന്താണ് സംഭവിക്കുന്നത്? അത് വേറെ സൂറത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട്. വനുഫിഖ ഫിസ്സൂരി ഫസഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മൻ ഷാ അല്ലാഹ് സുമ്മ നുഫിഖ ഫീഹി നഫ്ഖത്തുൻ ഉഖറ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. അപ്പോൾ 2 ഊത്തുകൾ എന്താണ്, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ ഊത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതോടുകൂടി എല്ലാവരും മരിച്ചു വീഴും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖത്തുൻ വാഹിദ. ഒരു ഊത്ത് എന്ന് പറഞ്ഞു. അതെന്താണ് നഫ്ഖത്തുൻ വാഹിദ? ഒരു ഊത്ത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഒറ്റ ഊത്ത് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഈ കാഹളത്തിൽ ഒറ്റ ഊത്ത് ഊതിയാൽ എന്നാണ് അർത്ഥം. അപ്പം ഇങ്ങനെ ഒരു പ്രയോഗത്തിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ചു. തഅക്കീദ് എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, വിശുദ്ധ ഖുർആനിൽ കേവലം ഉറപ്പിക്കാനുള്ള തഅക്കീദ്, ഒരു കാര്യം ഉറപ്പാണ് എന്ന് മാത്രം പറയാനുള്ള ഒരു തഅക്കീദ് ഉണ്ടാവുകയില്ല. പുറത്ത് ഉണ്ടോ നോക്കാനാ? ഓഫാണ്, പുറത്തത് ഓഫാണ്, ഓഫാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ എവിടെ നോക്കിയാലും ഒരു കാര്യം പറഞ്ഞിട്ട് വീണ്ടും അത് ആവർത്തിക്കുക എന്നുള്ളത്, അതേ ആശയം തന്നെ അടുത്ത ഒരു വാക്കിലൂടെ വീണ്ടും അത് ആവർത്തിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിലില്ല. അപ്പോൾ നമ്മൾ സാധാരണ സംസാരത്തിൽ പറയും, അറബിയിൽ പറയും, ഒരാളിപ്പോൾ ദറബ്തുഹു ദർബത്തൻ, ഞാൻ അവനൊരു അടി അടിച്ചു. അപ്പോൾ അവിടെ ആ അവസാനം പറഞ്ഞ ദർബത്ത് എന്നുള്ള വാക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അടി അവിടെ നടന്നിട്ടുണ്ട് എന്ന് പറയാൻ അതിൻ്റെ ആവശ്യമില്ല. ഉറപ്പിക്കുക എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ അതിന്, വേറെ പ്രത്യേകിച്ച് യാതൊരു ഫായതയുമില്ല. ദറബ്തുഹു ദർബത്തൻ എന്ന് പറഞ്ഞു, ഞാൻ അവൻ്റെ അടി അടിച്ചു എന്ന് പറഞ്ഞു. അത്തരം ഒരു പ്രയോഗം അറബി വിശുദ്ധ ഖുർആനിലില്ല എന്നാണ് പറയുന്നത്. ഉറപ്പിക്കുന്നതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും അർത്ഥം കൂടി ഉണ്ടാവും. അല്ലെങ്കിൽ ഉറപ്പിക്കുക എന്നുള്ള കാര്യം ഉണ്ടാവണമെന്നില്ല. എന്തായാലും ഒരു പുതിയ അർത്ഥത്തിന് വേണ്ടിയല്ലാതെ ഒരു വാക്കും ഖുർആനിൽ പുതിയതായിട്ട് പ്രയോഗിക്കുകയില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഊത്ത് ഒന്നേ ഉള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നഫ്ഖത്തുൻ വാഹിദ, ഒറ്റ ഊത്ത് മാത്രം. കാരണം വലിയ സംഭവ വികാസങ്ങളാണ് പിന്നെ നടക്കാൻ പോകുന്നത്. ആ ഒരു ഊത്തോടു കൂടി സഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള സകല സൃഷ്ടികളും മരിച്ചു വീഴുകയാണ്. ഇല്ലാ മൻ ഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും വലിയൊരു സംഭവം നടക്കാൻ അള്ളാഹുവിന് ചെറിയൊരു സബബ് മതി, ഒറ്റ ഊത്ത് മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖത്തുൻ വാഹിദ. ഈ സംഭവത്തെക്കുറിച്ച്, ഈ ഊത്തിനെക്കുറിച്ച് ഹദീസുകൾ വന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സുനനുകളിലൊക്കെ വന്നിട്ടുള്ള ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈഫ അൻഅമു, ഞാൻ എങ്ങനെ സുഖിക്കും, വസാഹിബുൽ ഖർനി കൈഫ അൻഅമു വഖദ് ഇൽതഖമ സാഹിബുൽ ഖർനിൽ ഖർന, ഈ
സൂറ് കയ്യിൽ പിടിച്ച് നിൽക്കുന്ന മലക്ക് അത് വായിൽ വെച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആയിരിക്കും ഞാൻ എങ്ങനെ സുഖിക്കും, സന്തോഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽത്തഖമ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു തിന്നാനോ അല്ലെങ്കിൽ പിന്നെ വലിച്ചു കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് വായിൽ വെക്കുന്നതിനാണ് ഇൽത്തഖമ എന്ന് പറയാം. ഇതിലും ഇപ്പം മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു നമ്മൾ വായിൽ വെച്ച് വെക്കുന്നതിന് ഇൽത്തഖമ എന്ന് പറയും. കുട്ടികൾ പാല് കുടിക്കാൻ വേണ്ടി മുലപ്പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതിന് ഇൽത്തഖമ എന്ന് പറയും. അപ്പം അങ്ങനെ വായിൽ വെച്ച് ഈ മലക്ക് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ എങ്ങനെ സന്തോഷിക്കും? കൈഫ അൻഅമു വഖദ് ഇൽതഖമ സാഹിബുൽ ഖർനിൽ ഖർൻ വഹന ജബ്ഹതഹു. അവൻ ഈ മലക്ക് തൻ്റെ നെറ്റി ചുളിച്ചു നിൽക്കുകയാണ്. അല്ലെ, നെറ്റി ചുളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൗരവമുള്ളൊരു കാര്യം ശ്രദ്ധിച്ച് ഒരു ഉത്തരവ് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് നിൽക്കുന്ന ഭാവമാണ്. വഅസ്ഗ സംഅഹു, കാതുകൂർപ്പിച്ച് നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രതീക്ഷിച്ചുകൊണ്ട്. അള്ളാഹു കൽപ്പിക്കുന്നത് എപ്പോഴാണ് സമയമാകുന്നതെന്ന് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഞാനെങ്ങനെ സുഖിക്കും, സന്തോഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, കൈഫ നഖൂൽ യാ റസൂലല്ലാഹ്, ഇത്രയും ഗൗരവമുള്ള ഒരു കാര്യം, അത് ഇത്രയും അടുത്താണ്, അല്ല ഏത് നിമിഷവും സംഭവിക്കാം അന്ത്യനാൾ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അന്നത്തെ ഭയാനകതയിൽ നിന്നും അന്നത്തെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. ഈ ഊത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇനി അന്ന് നടക്കാൻ പോകുന്ന അടുത്ത സംഭവം, വഹുമിലത്തിൽ അർളു വൽ ജിബാലു ഫദുക്കത ദക്കതൻ വാഹിദ. ഹുമിലത്തിൽ അർളു, ഭൂമി എടുത്തുയർത്തപ്പെടും, വൽ ജിബാലു, പർവ്വതങ്ങൾ എടുത്തുയർത്തും, ഫദുക്കത ദക്കതൻ വാഹിദ, അങ്ങനെ ഇത് കൂട്ടി ഇടിക്കും. ദക്ക എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിക്കുക. ഫദുക്കത ദക്കതൻ വാഹിദ. ഈ സംഭവം വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ്. അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ കൂട്ടിയിടിപ്പിക്കും. പർവ്വതങ്ങളും ഭൂമിയുടെ മറ്റു ഭാഗങ്ങളും ഒക്കെ തമ്മിൽ കൂട്ടിയിടിക്കും. എവിടെയാണുള്ളത്? കല്ല ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക, സൂറത്തുൽ ഫജ്റിൽ. അതുപോലെ തന്നെ യൗമ തകൂനുൽ അർളു യൗമ തർജുഫുൽ അർളു വൽ ജിബാലു വകാനത്തിൽ ജിബാലു കസീബൻ മഹീല. യൗമ തർജുഫുൽ അർളു, ഭൂമി വിറക്കും, വൽ ജിബാലു, പർവ്വതങ്ങൾ വിറക്കും. യൗമ തർജുഫുൽ അർളു വൽ ജിബാലു വകാനത്തിൽ ജിബാൽ, പർവ്വതങ്ങൾ എന്തായി മാറും? കസീബൻ മഹീല, ഉതിർന്നു വീഴുന്ന മണൽത്തരികൾ പോലെയാകും. അതായത് മണൽ കൂന അതിങ്ങനെ ഉതിർന്ന് താഴെ വീഴുന്നത് പോലെ അത്രയും നിസ്സാരമായി, അത്രയും ദുർബലമായി മാറും പർവ്വതങ്ങൾ എന്ന് പറഞ്ഞു. ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വഹുമിലത്തിൽ അർദു വൽ ജിബാലു ഫദുക്കത ദക്കതൻ വാഹിദ വയസ്അലൂനക അനിൽ ജിബാൽ, പർവ്വതങ്ങളെക്കുറിച്ച് അവർ ചോദിക്കുന്നു. ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ, എൻ്റെ റബ്ബ് അതിനെ പറത്തിക്കളയുന്നതാ. ഫയദറുഹാ ഖാഅൻ സഫ്സഫ, ഒരു തുറസായ നിരപ്പായ പ്രദേശമാക്കി മാറ്റുന്നതാണ്. പർവ്വതം ഉണ്ടായിരുന്ന സ്ഥലം ഒരു തുറന്ന ഉയർച്ചയും താഴ്ചയും ഇല്ലാത്ത മൈതാനം പോലെയാകും. ലാ തറാ ഫീഹാ ഇവജൻ വല അംത, അതിൽ ഉയർന്ന സ്ഥലവും താഴ്ന്ന സ്ഥലവും അവിടെ ഉണ്ടാവുകയില്ല. ഉയരത്തിൽ നിൽക്കുന്ന ഒരു കുന്നോ ഒരു കുഴിയോ ഇല്ലാത്ത വിധത്തിൽ ഒരു നിരപ്പായ സ്ഥലമായി മാറും ഭൂമി. ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിഅ, ആ ദിവസം വഖഅത്ത് അൽ വാഖിഅ, വാഖിഅത്ത് എന്ന് പറഞ്ഞാൽ സംഭവം. അപ്പോൾ യഥാർത്ഥ സംഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാക്ഷിയാകാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് ഖിയാമത്തിൻ്റെ ഒരു പേര് അൽ വാഖിഅ, സംഭവിക്കാനിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ സംഭവം എന്നാണ്. അപ്പോൾ ആ മഹാസംഭവം അന്ന് സംഭവിച്ചു കഴിഞ്ഞു. വൻഷക്കത്തി സമ, പർവ്വതം ആകാശം, എൻഷക്കത്തി സമ, ആകാശം വിണ്ടുകീറി. ഫഹിയ, അതന്ന് ആകാശം അന്നേ ദിവസം യൗമ ഇതിൻ വാഹിയ, ദുർബലമായിരിക്കും. ആകാശം എന്ന് പറയുന്നത് വളരെ ബലവത്തായ നല്ല കട്ടിയുള്ള ഒരു സൃഷ്ടിയാണ്. വജഅൽനാ ഫൗഖക്കും സബ്അൻ ഷിദാദ, നല്ല കനമുള്ള 7 പാളികളായി ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതന്ന് വാഹിയ, വാഹിയ എന്ന് പറഞ്ഞാൽ ദുർബലമായതായി മാറും, ദുർബലമായ വസ്തുവായി മാറും. വാഹിയ എന്നുള്ള വാക്ക് വാവ് ഹ യ, ഇത് മൂന്നെണ്ണം, ഈ 3 അക്ഷരം കൂടിയിട്ടുണ്ടാകുന്ന വാക്കുകൾ ദുർബലം എന്നുള്ള ആശയമുള്ള വാക്ക്, അർത്ഥമുള്ള വാക്കുകളായിരിക്കും. സാധാരണ പറയാറുണ്ട് ശുബ്ഹത്തുൻ വാഹിയ, നിസ്സാരമായൊരു സംശയം, എന്തെങ്കിലുമൊക്കെ അഖീദക്ക് നിരക്കാത്ത, ഇസ്ലാമിക വിശ്വാസം നിരക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് വളരെ നിലവാരം കുറഞ്ഞ ഒരു സംശയം എന്നുള്ളതിന് ഉപയോഗിക്കും ശുബ്ഹത്തുൻ വാഹിയ. അപ്പോൾ ആകാശം അന്ന് വിണ്ടുകീറി അത് ദുർബലമായി മാറും. വൽ മലകു അല അർജാഇഹ, മലക്കുകൾ ഈ ആകാശത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ടായിരിക്കും. അർജാ എന്ന് പറഞ്ഞാൽ നവാഹി, ജവാനിബ്, വശങ്ങൾ, ഭാഗങ്ങൾ. ഇപ്പോൾ ആകാശത്തിൻ്റെ പല ഭാഗത്തായി മലക്കുകൾ ഉണ്ടാകും. വയഹ്മിലു അർഷ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ, ആ മലക്കുകളിൽ 8 പേർ ചേർന്ന് അള്ളാഹുവിൻ്റെ അർഷ് അന്ന് വഹിക്കുന്നതായിരിക്കും. ഇപ്പോൾ
ഒരു സംശയം ഇവിടെ തോന്നാൻ സാധ്യതയുണ്ട്. ഫസഅഇക മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള എല്ലാവരും മരിച്ചു കഴിഞ്ഞു. പിന്നെ ആകാശത്തിൻ്റെ പല ഭാഗത്തായി മലക്കുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇവിടെ ഈ ഊത്ത് കഴിഞ്ഞ് ഓരോന്നോരോന്നായിട്ട് അതിന് ശേഷമുള്ള സംഭവങ്ങളാണ് പിന്നെ വിശദീകരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഊത്തോടു കൂടി മരിച്ചു കഴിഞ്ഞു മലക്കുകളെല്ലാം. പിന്നെ എങ്ങനെയാണ് അവിടെ മലക്കുകൾ ഉണ്ടാവുന്നത്? എന്താണ് ഉത്തരം? ഇല്ലാ മൻ ഷാ അല്ലാഹ്, ഇല്ലാ മൻ ഷാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ച ചില മലക്കുകൾ ബാക്കിയാണ്. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും, അന്ന് റബ്ബിൻ്റെ അർഷ് വഹിക്കുന്നതാണ് യൗമഇദിൻ സമാനിയ, അന്നേ ദിവസം 8 മലക്കുകൾ. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ അർഷ് എന്ന് പറയുന്ന സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അർഷിലുള്ള വിശ്വാസം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയുടെ ഭാഗമാണ് അല്ലേ. അള്ളാഹുവിൻ്റെ അർഷ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൃഷ്ടിയാണ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും വലുതാണ് അർഷ് എന്ന് പറയുന്നത്. എന്താണ് അർഷ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? ശരീറുൽ മലിക്, രാജാവിൻ്റെ കട്ടിൽ നിന്നാണ് അർഷ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ അർഷ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. പക്ഷേ ഈ അർഷ് എന്ന അറബി വാക്കിൻ്റെ പൊതുവായ അർത്ഥം എന്താണ്? അധികാര കസേര എന്നൊക്കെ പറയുന്നത് പോലെ, അതുപോലെ തന്നെ രാജാവിൻ്റെ കട്ടിൽ എന്നൊക്കെ ആണ് അർഷ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അർഷിൻ്റെ മുകളിലായിരിക്കും. അതൊരു സൃഷ്ടിയാണ്, അത് ഏറ്റവും വലിയ സൃഷ്ടിയാണ്. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസമാണ്. സിംഹാസനം എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. സിംഹാസനം എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ സൂക്ഷ്മമായി നോക്കുമ്പോൾ സിംഹാസനം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ആസനം എന്നുള്ള വാക്ക് വരുന്നതുകൊണ്ട്, പക്ഷേ അത്ര സൂക്ഷ്മമായിട്ട് നോക്കേണ്ടതില്ല. കാരണം എന്താ? സിംഹാസനം എന്നുള്ള വാക്ക് സിംഹം ഇരിക്കുന്ന പിന്നെ അതിൻ്റെ സ്ഥലം എന്നാണ് എന്നതൊന്നും ആർക്കും അറിയില്ല. അതങ്ങനെ ആയിരുന്നു മലയാള ഭാഷയിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം ഉണ്ടായത്. പക്ഷെ ഇന്ന് അതിൻ്റെ വേരുകളൊക്കെ ആളുകൾ മറന്നുപോയിട്ടുണ്ട്. സിംഹാസനം എന്ന് പറഞ്ഞാൽ രാജാവ് ഇരിക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് മലയാള ഭാഷയിൽ സിംഹാസനം എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ കസേരയാണ്. അത് തന്നെയാണ് അർഷ് എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ കസേര. എന്നാൽ ഇരിക്കുക എന്നുള്ള വാക്ക് ഹദീസിലോ ഖുർആനിലോ വന്നിട്ടില്ല. ഇരിക്കുക എന്നുള്ള വാക്ക് അള്ളാഹു അർഷിന് മുകളിലാണ് എന്നാണ് വന്നിട്ടുള്ളത്. ഇസ്തവ, അള്ളാഹു അർഷിന് മുകളിലായിരിക്കുന്നു. അർ റഹ്മാനു അലൽ അർഷി ഇസ്തവ. എന്നാൽ സലഫുകളിൽ താബിയങ്ങളിലൊക്കെ പെട്ട പല ഇമാമിയങ്ങളും ഇസ്തവ എന്നുള്ളതിന് ഇരിക്കുക എന്നുള്ള അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇരിക്കുക എന്നുള്ള വാക്ക് അത് സലഫുകൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. ഖുർആനിലോ ഹദീസിലോ വന്നിട്ടുള്ളതല്ല, പക്ഷേ സലഫുകൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അർഷിന് മുകളിൽ ഇരിക്കുന്നു എന്നുള്ളത്. അത് അള്ളാഹുവിന് ചേരുന്ന രൂപത്തിൽ, അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളും അതുപോലെ തന്നെയാണ്. നമുക്കറിയില്ല, നമ്മൾ ഇരിക്കുന്നത് പോലെ സങ്കല്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികൾ ഇരിക്കുന്നത് പോലെ സങ്കല്പിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളെ കുറിച്ചുമുള്ള നമ്മുടെ വിശ്വാസം എന്താണ്? കമാ യലീഖു ബിഅളമതിഹി, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്നത് പോലെ, അള്ളാഹുവിൻ്റെ സ്ഥാനത്തിനും അള്ളാഹുവിൻ്റെ മഹത്വത്തിനും യോജിക്കുന്ന ഒരു രൂപത്തിലായിരിക്കും അവൻ ഇരിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇതാണ് അർഷിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അർഷ് നിഷേധിക്കുന്ന ആളുകളുണ്ട് അല്ലെ. അർഷ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അധികാരം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് മുഅ്തസിലത്ത് അവരുടെ വാദമാണ്. അതിനുള്ളൊരു മറുപടി ഈ ആയത്തിലുണ്ട്. എന്താണ്? അള്ളാഹുവിൻ്റെ ആധിപത്യം ആയിരുന്നെങ്കിൽ അതെങ്ങനെയാണ് വഹിക്കുക? അള്ളാഹുവിൻ്റെ ആധിപത്യം ആരാണ് വഹിക്കുന്നത്? മലക്കുകളോ? മാത്രമല്ല മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താണ്? ഈ 8 മലക്കുകൾ അള്ളാഹുവിൻ്റെ മുൽക്കിന് പുറത്താന്ന് പറയേണ്ടി വരും അല്ല. അള്ളാഹുവിൻ്റെ മുൽക്കിനെ 8 മലക്കുകൾ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ 8 മലക്കുകൾ അള്ളാഹുവിൻ്റെ മുൽക്കല്ലല്ലോ, അവരാരും വഹിക്കുന്നില്ലല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ മുൽക്കിന് പുറത്ത് കുറേ ആൾക്കാരുണ്ട് എന്ന് വരും. അപ്പോൾ വലിയ ബുദ്ധിമാന്മാരെന്നറിയപ്പെടുന്ന കക്ഷിയാണ് മുഅ്തസിലാക്കൾ എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ ഒരു ബുദ്ധിയുടെ ദയനീയത ഇത് മനസ്സിലാക്കാം. ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ പറഞ്ഞ കാര്യം. ഖർജി അൽ ഖസ്സാബ് എന്ന് പറയുന്ന ഹംബലി മദ്ഹബുകാരനായ വലിയൊരു മുഫസ്സിർ, അദ്ദേഹത്തിൻ്റെ അന്നുഖത്ത് അല ബയാനിൽ ഖുർആൻ എന്ന് പറയുന്ന കിതാബിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെയുള്ള സൂക്ഷ്മമായ ഫായിദകൾ മാത്രം എഴുതിയിട്ടുള്ള കിതാബാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. മുഅ്തസിലിയാക്കളുടെ വാദത്തിന് മറുപടിയുണ്ട് എന്നത്. തുടർന്ന് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യം, മലക്കുകൾ അർഷ് വഹിക്കുന്ന കാര്യം, അതും ഹദീസുകളിലും അതുപോലെ തന്നെ ഖുർആനിലെ മറ്റായത്തുകളിലൊക്കെ പരാമർശിക്കപ്പെട്ടുള്ള കാര്യമാണ്. ഹമലത്തുൽ അർഷ്, അള്ളാഹുവിൻ്റെ അർഷ് വഹിക്കുന്ന മലക്കുകൾ എന്നുള്ളത്. അപ്പോൾ 8 പേരെന്ന് പറയുമ്പോൾ അതിൽ എത്ര ചെറുതാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ അർഷ് ഏറ്റവും വലിയ മഖ്ലൂക്കാണ് അർഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 8 മലക്കുകൾ എന്ന് പറയുന്നത് മറ്റുള്ള മലക്കുകളെ പോലെയല്ല. ഒരു ഹദീസിൽ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസ്. ഉദിന ലി അൻ ഉഹദ്ദിസ അൻ മലക്കിൻ മിൻ മലായികത്തില്ലാഹി മിൻ ഹമലത്തിൽ അർഷ്, അർഷ് വഹിക്കുന്ന ഹമലത്തുൽ അർഷിൽപ്പെട്ട ഒരു മലക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. ഇന്നമാ ബൈന ഷഹ്മത്തി ഉദ്നിഹി വ ആതിഖിഹി, ആ മലക്കിൻ്റെ ഷഹ്മത്തുൽ ഉദ്ൻ എന്ന് പറഞ്ഞാൽ ചെവിയുടെ ഈ താഴെയുള്ള ഭാഗം, ചെവിൻ്റെ അറ്റം, അവിടെ മുതൽ തോൾ വരെയുള്ള ഇത്ര ദൂരം, നമ്മുടെ
കണക്കിൽ ഒരു 5-6 സെൻറ്റിമീറ്റർ ചിലപ്പോൾ ഉണ്ടാവും. ഇത് ആ മലക്കിൻ്റെ കണക്കിൽ എത്രയാണ്? ആ മലക്കിൻ്റെ ഈ 2 ഭാഗവും തമ്മിലുള്ള ദൂരം മസീറത്ത 700 ആം, 700 വർഷം ഉള്ള യാത്രാ ദൂരം. 700 വർഷം പോയാൽ എത്തുന്ന ദൂരം. അന്നത്തെ കാലത്ത് ഇപ്പോൾ കുതിരപ്പുറത്താണ് പോകുന്നത് വിചാരിക്കുക. 700 വർഷം കുതിരപ്പുറത്ത് പോയാൽ എവിടെ എത്തും? അത്രയും ദൂരമുണ്ട് ഈ മലക്കിൻ്റെ ഈ 2 ഭാഗങ്ങൾ തമ്മിലുള്ള ദൂരം. ഇത്രയും വലിയ മലക്കുകളാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഹമലത്തുൽ അർശിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹും യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. അർശ് വഹിക്കുന്ന ആളുകൾ, അതുപോലെ അതിന് ചുറ്റുമുള്ള മറ്റു മലക്കുകൾ, അവർ യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വയുമിനൂന ബിഹി, അവനിൽ അവർ വിശ്വസിക്കുന്നു. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമ ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. ഈ മലക്കുകൾ അവരുടെ പണി എന്താണ്? അർശ് വഹിക്കുന്നു, അതോടൊപ്പം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു, അതുപോലെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഖുർആനിലും ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. മറ്റ് ആയത്തുകളിലും പറഞ്ഞിട്ടുണ്ട്. ആയത്ത് തെറ്റുണ്ടോ? الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما. സൂറത്ത് ഗാഫിറിലായത്. യൗമഇദിൻ തുഅറദൂൻ, അന്നേ ദിവസം നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും. ലാ തഖ്ഫ മിൻകും ഖാഫിയ, നിങ്ങളിൽ ഒന്നും തന്നെ അന്ന് മറഞ്ഞു നിൽക്കുകയില്ല. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു രഹസ്യവും അന്ന് രഹസ്യമായി നിൽക്കുകയില്ല, മറഞ്ഞു നിൽക്കുകയില്ല. യൗമഇദിൻ, അന്നേ ദിവസം തുഅറദൂന, അറള എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിച്ചു, നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും. അല്ലെ, നമ്മുടെ ജീവിതം മുഴുവൻ അന്ന് പ്രദർശിപ്പിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി ആയത്തുകൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യം സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞു. വയൗമ നുസയ്യിറുൽ ജിബാൽ, പർവ്വതങ്ങളെ പറത്തിക്കളയുന്ന ദിവസം. വതറൽ അർള ബാരിസത്തൻ, ഭൂമി അന്ന് തുറന്നു നിൽക്കുന്നതായി കാണാം. പർവ്വതങ്ങളില്ലാതെ, കുന്നുകളും കുഴികളുമില്ലാതെ ഭൂമി ഒരേ നിരപ്പായി നിൽക്കുന്നത് കാണാം. വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസത്തൻ വഹശർനാഹും, അവരെല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഫലം നുഗാദിർ മിൻഹും അഹദ, അതിലൊരാളെയും വിട്ടുകളയുന്നതല്ല. വഉരിദു അലാ റബ്ബിക, അതാണ് ഇവിടെ പറഞ്ഞു. വഉരിദു അലാ റബ്ബിക സഫൻ ലഖദ് ജിഅ്തുമൂന കമാ ഖലഖനാകും വഉരിദു അലാ റബ്ബിക സഫൻ ലഖദ് ജിഅ്തുമൂന കമാ ഖലഖനാകും അവ്വല മറ ബൽ സഅംതും അല്ലൻ നജ്അല ലക്കും മൗഇദ. നിങ്ങളിതാ എൻ്റെ മുന്നിൽ ഹാജരായിരിക്കുന്നു, ഈ ഒരു വിചാരണ സംഭവിക്കുകയില്ല എന്ന് നിങ്ങൾ വാദിച്ചിരുന്നു. വവുദിഅ അൽ കിതാബ്, അന്ന് അമലുകൾ രേഖപ്പെടുത്തിയ കിതാബ് അവിടെ പ്രദർശിപ്പിക്കപ്പെടും, കൊണ്ടുവരും. വവുദിഅ അൽ കിതാബു ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂൻ, പേടിച്ചുകൊണ്ട് പാപികൾ പറയും, യാ വൈലതന മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഈ കിതാബ്, ഇതിൻ്റെ കാര്യം എന്ത് കഷ്ടമാണ്, ചെറുതോ വലുതോ ആയ ഒരു കാര്യവും ഇത് വിട്ടിട്ടില്ലല്ലോ, ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുള്ള സകല കർമ്മങ്ങളും പ്രദർശിപ്പിക്കപ്പെടും. ഈ രംഗം, ഇത് വളരെ ഭയാനകമായ രംഗമാണ്, നമ്മൾ പേടിക്കേണ്ട കാര്യമാണ്. ആലോചിച്ച് നോക്കൂ, അല്ലാഹു തആല പേടിപ്പിച്ചിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈറിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂ, ചെയ്തിട്ടുള്ള നന്മകളും തിന്മകളും മുഴുവൻ മനുഷ്യൻ തൻ്റെ കൺമുന്നിൽ കാണും. അല്ലെ, നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും നാളെ നമ്മൾ കാണാനുള്ളതാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈറിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂ തവദ്ദു, അന്ന് മനുഷ്യൻ ആഗ്രഹിക്കും, ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ, താനും തൻ്റെ ഈ കർമ്മരേഖകളും അതൊരുപാട് ദൂരെയായിരുന്നെങ്കിൽ എന്ന്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എഴുതിയിട്ട് അത് കുറച്ച് മോശമാണ് നമ്മുടെ പ്രകടനമെങ്കിൽ റിസൾട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ കുറച്ചുകൂടി നീണ്ടുപോയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും, റിസൾട്ട് ഇപ്പം വേണ്ട എന്ന് വിചാരിക്കും. അതുപോലെ ആയിരിക്കും മനുഷ്യരുടെയൊക്കെ അവസ്ഥ. കാരണം അന്നേ ദിവസം ആർക്കും ആത്മവിശ്വാസം ഉണ്ടാവുകയില്ല, എല്ലാവരും പേടിയിലായിരിക്കും. ഈ രംഗത്തെക്കുറിച്ച് മനസ്സിലോർത്താൽ നമുക്ക് നമ്മുടെ ജീവിതം നന്നാക്കാൻ പറ്റും. അല്ലേ, അന്ന് കാണാനുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ എന്നോർത്താൽ മതി. ഈ രംഗത്തെക്കുറിച്ച് മനസ്സിലോർത്താൽ മതി. ലാ തഖ്ഫ മിൻകും ഖാഫിയ, ഒരു കാര്യവും മറഞ്ഞു നിൽക്കാൻ പോകുന്നില്ല, രഹസ്യമായി നിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ തൗബ ചെയ്ത ആളുകളോ, അതുപോലെ തന്നെ അമലുകൾ സാലിഹായ അമലാണ് കൂടുതലെങ്കിലോ, അങ്ങനെയുള്ള ആളുകൾ അവരും കാണും അവരുടെ അമലുകൾ, ചെയ്ത പാപങ്ങൾ എത്ര നല്ല ആളാണെങ്കിലും. പക്ഷെ അവർ കാണുന്നത് രഹസ്യമായിട്ടായിരിക്കും. അള്ളാഹു അവരെ വഷളാക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും, നന്മയാകട്ടെ തിന്മയാകട്ടെ, നമ്മുടെ മുന്നിൽ ഒന്ന് പ്രദർശിപ്പിക്കപ്പെടാൻ പോകുന്നതാണ്. നമ്മളത് കണ്ടേ തീരും. അതുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുക. അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ചെറുപ്പകാലം മുതൽ ചെയ്ത പ്രവൃത്തികൾ, നമുക്കൊരു പ്രാവൃത്തിയായ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ചെയ്ത പ്രവൃത്തികളൊക്കെ നമ്മുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എത്ര ദയനീയമായ രംഗമായിരിക്കും. ശിക്ഷയൊന്നും വേണ്ട, വെറുതെ കാണിച്ചാൽ മതി, വേറെ ആരും കാണണ്ട, നമ്മൾ മാത്രം കണ്ടാൽ മതി. എന്നാൽ തന്നെ എത്ര വിഷമിക്കും നമ്മളത് കാണുമ്പോൾ.
അപ്പോൾ പരലോകത്ത് അത് കാണിക്കുകയും കാണുന്ന സമയത്ത് ഇതിന് ശിക്ഷ കിട്ടുമോ ഇല്ലേ എന്ന് അറിയാത്ത അവസ്ഥയിലായിരിക്കുകയും ചെയ്യുന്നത് എത്ര ഭയാനകമായിരിക്കും. മുഅ്മിനാണെങ്കിൽ അല്ലാഹു തആല അവനെ സമാധാനിപ്പിക്കും. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്നില്ലാഹുൽ മുഅ്മിൻ, അല്ലാഹു ഒരു മുഅ്മിനെ അടുത്ത് വിളിക്കും, വയളഉ അലൈഹി കനഫഹു വയസ്തുറുഹു, അങ്ങനെ അല്ലാഹു ഒരു മറ അവൻ്റെ മുകളിൽ വെക്കും. അതായത് മറ്റാരും കാണാത്ത വിധത്തിൽ ഒരു മറയിൽ ഒറ്റക്കായിരിക്കും ഒരു മുഅ്മിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം കാണിക്കുക. അങ്ങനെ ഒറ്റക്കാക്കിയതിന് ശേഷം, അവനെ മറച്ചു വെച്ചതിന് ശേഷം, ഒരു സ്വകാര്യമായ അവസ്ഥയിലാക്കിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, അതഅരിഫു ദംബ കദ, അതഅരിഫു ദംബ കദ, ഇന്ന പാപം നിനക്ക് ഓർമ്മയുണ്ടോ, ഇന്ന പാപം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഫയഖൂലു നഅം ഐ റബ്ബ്, അതേ റബ്ബേ ഓർമ്മയുണ്ട്, ചെയ്തതാണ് എന്നേറ്റു പറയും. ഹത്ത ഇദാ റഅ ഫി നഫ്സിഹി അന്നഹു ഹലക്, അങ്ങനെ ഇവൻ ഓരോരോ പാപങ്ങൾ ഇങ്ങനെ അല്ലാഹു തആല എടുത്തു പറയുമ്പോൾ താൻ നശിച്ചു കഴിഞ്ഞു, നരകത്തിലേക്കാണ് എന്ന് അവൻ ഉറപ്പാകും, മനസ്സിൽ ഉറപ്പിക്കും. അങ്ങനെയാകുമ്പോൾ അല്ലാഹു തആല പറയും, ഖദ് സതർതുഹ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ ഞാൻ ഈ പാപങ്ങളൊക്കെ നിനക്ക് മറച്ചു വെച്ചു തന്നു. അല്ല, അല്ലാഹു തആല പാപങ്ങൾ മറച്ചു തരിക എന്നുള്ളത് അല്ലാഹുവിൻ്റെ ഒരു വലിയ നിഅമത്താണ്. അതുകൊണ്ടാണ് ചെയ്ത പാപങ്ങൾ പരസ്യപ്പെടുത്തുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞത്. അതിന് പ്രത്യേകം തൗബ ചെയ്യണം. പരസ്യമാക്കിയവർക്ക് അല്ലാഹു തആല തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ അത് സൂക്ഷിക്കുക. അല്ല, ചില ആളുകൾ ചെയ്യുന്ന തെറ്റ് നിസ്സാരമായിരിക്കും, പക്ഷെ അത് പരസ്യമായിട്ട് പറയും. എന്നിട്ട് അവർ വലിയ അഭിമാനത്തിൽ പറയും, എന്താണ്, ഈ ബാക്കിയുള്ള ആളുകളൊക്കെ അവരൊക്കെ മോശമാണ്, അവരൊക്കെ രഹസ്യമായിട്ട് തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും. അല്ലെ, ഈ താടി വെച്ച ആളുകളും നിക്കാബിട്ട അല്ലെങ്കിൽ ഹിജാബിട്ട പെണ്ണുങ്ങളും അവരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, അവരൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും, അവരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വളരെ മോശമാണ്, നമ്മൾ ചെയ്യുന്നത് നമ്മൾ തുറന്നു പറയും എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് സംസാരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിറൂൻ, എൻ്റെ ഉമ്മത്തിലെ എല്ലാവരും ആഫിയത്ത് കിട്ടാനുള്ളവരാണ്, എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് നൽകും എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് അള്ളാഹു മോചനം നൽകും. ഇല്ലൽ മുജാഹിറൂൻ, ഈ പറഞ്ഞ ആളുകൾ ഒഴികെ. നഊദു ബില്ലാഹ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ പെടാതെ സൂക്ഷിക്കുക. തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യുക. പരസ്യമായിട്ട് തെറ്റ് ചെയ്യുക എന്നുള്ളത് അതാ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന തുല്യമാണ്. അള്ളാഹുവിനോട് തീരെ പേടിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഒരു നിഅമത്താണ് ഈ പാപങ്ങൾ മറച്ചു വെക്കുക എന്നുള്ളത്. അല്ലേ, അള്ളാഹുവിൻ്റെ ഈ നിഅമത്തിനെ പുച്ഛിക്കുന്നതിന് തുല്യമാണ് ഈ പറഞ്ഞ പ്രവൃത്തി, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം. അപ്പോൾ അള്ളാഹു തആല പറയും, ഇന്നി സതർതുഹ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ ഞാൻ നിനക്കത് മറച്ചു വെച്ചു തന്നു. വ അന അഗ്ഫിറുഹ ലക്കൽ യൗം, ഇന്ന് ഞാനിതാ നിനക്കത് പുറത്തു തരുന്നു. സുമ്മ യുഅ്ത കിതാബ ഹസനാതിഹി, പിന്നീട് അവൻ എന്ത് ചെയ്യും, അവൻ്റെ നന്മകൾ എഴുതിയ കിതാബ് കൊടുക്കും. അപ്പോൾ കിതാബ് കയ്യിൽ കിട്ടുന്ന സമയത്ത് സ്വർഗത്തിലേക്കുള്ള ആളുകളുടെ കിതാബിൽ തിന്മകളൊന്നും ഉണ്ടാവില്ല. കാരണം ഈ രംഗം കഴിഞ്ഞിട്ടാണ് കിതാബ് കൊടുക്കുന്നത്. അവരുടെ തിന്മകളൊക്കെ വായിച്ച് കളഞ്ഞിട്ടാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കിതാബ് നൽകുക. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, നമുക്ക് നിങ്ങൾ അടുത്തതായിട്ട് പറയുന്നതാണ്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, പിന്നീട് അല്ലാഹു വലത് കൈയിൽ കിതാബ് നൽകും. ഫയഖൂലു, അപ്പോൾ അവൻ പറയും, ഹാ ഉമുഖറഉ കിതാബിയ, എൻ്റെ കിതാബ് ഇതാ വായിച്ചു നോക്കൂ എന്ന് പറയും. കാരണം അതിൽ പിന്നെ തിന്മകളൊന്നുമില്ല. വളരെ സന്തോഷത്തോടു കൂടി ആളുകൾക്ക് മുന്നിൽ അവൻ തൻ്റെ കിതാബ് പ്രദർശിപ്പിക്കും. ഇപ്പോൾ ദുനിയാവിൽ നമ്മൾ വലിയ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയാൽ അഭിമാനിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെയാണെന്നല്ല. അല്ലെ, തശ്ബീഹ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലെ, താരതമ്യം ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ അളവിലായിക്കൊള്ളണമെന്നില്ല, രണ്ടും തമ്മിലൊരു ബന്ധമുണ്ടായാൽ മതി. എൻ്റെ മുഖം ചന്ദ്രനെ പോലെയാണെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ അത്ര വലുപ്പമുണ്ടെന്നോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ദുനിയാവിൽ നമ്മൾ സന്തോഷിക്കുന്ന രംഗങ്ങൾ ഓർത്ത് നോക്കാം, അതിനേക്കാളൊക്കെ എത്രയോ വലിയ സന്തോഷമായിരിക്കും ഈ വ്യക്തിക്കുണ്ടാവുക, സ്വർഗത്തിലേക്ക് പോകാൻ ആൾക്കുണ്ടാവുക. ഫയഖൂലു ഹാ ഉമുഖറഉ കിതാബിയ, എൻ്റെ കിതാബ് ഇതാ നിങ്ങൾ വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് അവിടെ സന്തോഷിക്കും. ഇവിടെ ഖുർആൻ ഓതുന്നതിൻ്റെ ഒരു നിയമമുണ്ട്. ഹാ എന്നുള്ള വാക്ക്, അതിൻ്റെ അർത്ഥം എന്താണ്? ഖുദു, നിങ്ങൾ പിടിക്കൂ, വാങ്ങൂ എന്നൊക്കെ അർത്ഥം. ഇതാ എൻ്റെ കിതാബ് നിങ്ങൾ വാങ്ങി നോക്കൂ എന്നർത്ഥം. ഈ വാക്ക് എന്താണ്? ഇസ്മാണോ, ഫിഅലാണോ, ഹർഫാണോ? ഹാ എന്നുള്ള വാക്ക് അർത്ഥം എന്താണ്? പിടിക്കൂ, വാങ്ങൂ, വാങ്ങിക്കോളൂ. എന്താണ്? ഫിഅല് അമ്രല്ല, ഇസ്മു ഫിഅലാണ്. അതായത് ഇതിന് മാദി മുദാരി ഒന്നുമില്ല, അത് അമ്രു മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊറ്റൊരു വാക്കാണ് ഹാ എന്നുള്ളത്. അപ്പോൾ ഇതിലുള്ള മദ് എന്താണ്? മദ് വാജിബാണ്. ഹാ എന്നുള്ളത് നീട്ടിയിരിക്കണം, 4 ഹർക്കത്ത് മിനിമം നീട്ടിയിരിക്കണം. നേരെ ഇതിനോട് സാമ്യമുള്ള ചില വാക്കുകളുണ്ട്. അപ്പം ഹാ ഉലായി എന്നുള്ള വാക്ക്, അതിൽ ഹാ എന്നുള്ളത് വേറെ വാക്കാണ്, ഉലായി വേറെ വാക്കാണ്. ഉലായി എന്നാണ് ഇവർ എന്നുള്ളതിന് ഉള്ള യഥാർത്ഥത്തിൽ ഉള്ള വാക്ക്. ഹാ എന്നുള്ളത് ഹാ തംബീഹ് എന്ന് പറയും.
ഇങ്ങോട്ട് നോക്കൂ എന്നുള്ള ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള ഹർഫാണ്. അപ്പോൾ ഉലായി എന്നുള്ള വേറെ വാക്കും ഹാ വേറെ വാക്കുമാണ്. അത് കൂടിച്ചേർന്നുണ്ടായതാണ് ഹാ ഉലായി. അതുകൊണ്ട് തന്നെ തജ്വീദിൻ്റെ ഒരു നിയമമുണ്ട്. എന്താണ്? 2 വാക്കുകൾക്കിടയിലുള്ള മദ് നിർബന്ധമില്ല. മദ് മുൻഫസിൽ. ഇപ്പോൾ ഹ ഉലായി എന്നുള്ളത് ഇപ്പോൾ ഒരാൾ വേഗത്തിൽ ഓതണം എന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്താൽ മതി? ഹ ഉലായി എന്ന് ഓതിയാൽ മതി. ആ ലാ ഇ എന്നുള്ള മദ് നീട്ടണം. ഹ എന്നുള്ള മദ് നീട്ടേണ്ടതില്ല. പക്ഷേ ഇവിടെ അതുപോലെ തോന്നിയിട്ട് എന്ത് ചെയ്യും ചില ആൾക്കാർ? ഹ ഉ മുഖ്റഉ കിതാബി എന്ന് ഓതാറുണ്ട്. അങ്ങനെ ഓതാൻ പാടില്ല. കാരണം അത് ഒറ്റ വാക്കാണ്. ഫയഖൂലു ഹാ ഉ മുഖ്റഉ കിതാബിയ. 4 ഹർക്കത്ത് നീട്ടണം. ഇന്നി ظننtu അന്നി മുലാഖിൻ ഹിസാബിയ. അവനിങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ വിചാരിച്ചിരുന്നു അന്നി മുലാഖിൻ ഹിസാബിയ. എനിക്ക് വിചാരണയുണ്ടാകും. ഞാൻ എൻ്റെ വിചാരണയെ കണ്ടുമുട്ടാൻ പോവുകയാണ്. എൻ്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ വിചാരണ വരാനിരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ലൊന്ന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സാധാരണ നമ്മൾ പ്രയോഗിക്കാറുള്ളത് വിചാരിച്ചു, ഊഹിച്ചു, ഷക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ യക്കീനാണ്. അല്ല, ഞാൻ ദുനിയാവിൽ വിചാരണ വരാനുണ്ട് നാളെ എന്ന യക്കീനിലാണ് ജീവിച്ചത്. അതുകൊണ്ടാണ് അവന് രക്ഷപ്പെട്ടത്. അപ്പോൾ ലൊന്ന എന്നുള്ള വാക്ക് യക്കീൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. പക്ഷേ ചില ആളുകൾ പറയുന്നത് കേൾക്കാൻ വിശുദ്ധ ഖുർആനിൽ എല്ലാ സ്ഥലത്തും ലൊന്ന എന്നുള്ളത് യക്കീൻ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന്. അത് ശരിയല്ല. എത്രയോ സ്ഥലത്ത് ലൊന്ന എന്നുള്ളത് ഷക്ക് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ വേറെ ചില ആളുകൾ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ലൊന്ന എന്നുള്ളത് ഖുർആനിൽ ഒരു മുഅ്മിൻ പറഞ്ഞതാണെങ്കിൽ അത് യക്കീനും, ഒരു കാഫിറാണ് പറയുന്നതെങ്കിൽ അത് ഷക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. അതും ശരിയല്ല. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഖുർആനിൽ. മുഅ്മിനായ ആൾ തന്നെ ലൊന്ന എന്ന് പറഞ്ഞതായിട്ട്. എവിടെയാണ് ഉദാഹരണം? ഈ യത്തബിഊന ഇല്ല ദന്ന. അത് കാഫിറുകളെ കുറിച്ച് പറഞ്ഞതാണ്. ഈ യത്തബിഊന ഇല്ല ദന്ന. മുഅ്മിനീങ്ങളെ കുറിച്ച് തന്നെ ഇൻ ദന്ന അൻ യുഖീമ ഹുദൂദല്ലാഹ്. അല്ലേ, തലാഖിന് ശേഷം അള്ളാഹുവിൻ്റെ ഹുദൂദുകൾ പാലിക്കാമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അവർക്ക് മടങ്ങാം, വീണ്ടും തിരിച്ചെടുക്കാം എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻ ദന്ന എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ പല സ്ഥലത്തും, 1-2 സ്ഥലത്തല്ല, കുറേ സ്ഥലങ്ങളുണ്ട്. ഇത് മുൻഗാമികളായ ചില ആളുകൾ വരെ പറഞ്ഞിട്ടുണ്ട് ഈ വാക്ക്. അത് മുഅ്മിനാണെങ്കിൽ യക്കീനാണെന്നുള്ളത്. പക്ഷേ അത് ശരിയല്ല എന്നുള്ളതാണ് ഖുർആൻ നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ലൊന്ന് എന്നുള്ളതിന് ശേഷം ഒരു ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മോശമായ ഒരു സിയാക്കിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ആക്ഷേപിക്കപ്പെടുന്ന ഒരു വ്യക്തി, ആക്ഷേപിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് വരുന്നതെങ്കിൽ അവിടെ ഷക്ക് എന്നുള്ള അർത്ഥമാണ്. അല്ല, നല്ല ഒരു അർത്ഥത്തിലാണെങ്കിൽ, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ യക്കീൻ എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് പറയാം. ഏതായാലും അറബി ഭാഷയിൽ ലൊന്ന എന്നുള്ളതിന് യക്കീൻ എന്നുള്ള അർത്ഥമുണ്ട്. ഐഖന, ഉറപ്പിച്ചു എന്നുള്ള അർത്ഥം. അപ്പോൾ മുഅ്മിനായ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ഉറപ്പായിരുന്നു ഹിസാബ് വരാനുണ്ട് എന്നുള്ളത്. ആ ഉറപ്പിൽ ജീവിച്ചത് കൊണ്ട് ആണ് ഈ വ്യക്തി സ്വർഗത്തിലെത്തിയത് എന്നർത്ഥം. ഫഹുവ ഫി ഈശത്തിൻ റാദിയ. അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. റാദിയത്ത് എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ടവൻ എന്നാണ് ശരിക്കും. പക്ഷെ അതും അറബിയിലൊരു പ്രയോഗമാണ്, അല്ലേ? റാദിയ എന്ന് പറഞ്ഞാൽ റാദിൻ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ടവൻ, റാദിയത്ത് എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ടത് എന്നുള്ളതിന് മുന്നസ്. അപ്പം ഇവിടെ ഈ വ്യക്തിയാണ് തൃപ്തിപ്പെടുന്നത് അതോ ജീവിതമാണ് തൃപ്തിപ്പെടുന്നത്? വ്യക്തിയാണ് തൃപ്തിപ്പെടുന്നത്, അല്ലേ? സ്വർഗത്തിൽ പോകുന്ന വ്യക്തി സ്വർഗീയ ജീവിതത്തെ അവൻ തൃപ്തിപ്പെടുകയാണോ അതോ സ്വർഗീയ ജീവിതം ഇവനെ തൃപ്തിപ്പെടുകയാണോ? ഈ വ്യക്തിയാണ് തൃപ്തിപ്പെടുന്നത്. പക്ഷെ ഇവിടെ ഈശത്തിൻ റാദിയ, തൃപ്തിപ്പെടുന്നവനായ ജീവിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങേയറ്റം വളരെ തൃപ്തികരമായിരിക്കും എന്നുള്ളതിന് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. ആ ജീവിതം ഇവൻ എങ്ങോട്ട് തൃപ്തിപ്പെടുന്നത് പോലെ എന്ന് പറഞ്ഞാൽ തൃപ്തികരമായ ജീവിതം. ഈശത്തിൻ മർദിയ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ജീവിക്കുന്ന, സ്വർഗത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് തൃപ്തികരമായിരിക്കും സ്വർഗത്തിലെ ജീവിതം. ശരി. ഫഹുവ ഫി ഈശത്തിൻ റാദിയ. ഇത് സ്വർഗത്തിലെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. സ്വർഗത്തിൻ്റെ ഒരു മഹത്വമായി, സ്വർഗം നേടാൻ നമുക്ക് പ്രോത്സാഹനമായി, സ്വർഗം നേടാനുള്ള പരിശ്രമത്തിന് പ്രോത്സാഹനമായി ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി. അല്ലെ, സ്വർഗത്തിലെ ജീവിതം അവിടെ ജീവിക്കുന്നവർക്ക് തൃപ്തികരമായിരിക്കും. ദുനിയാവിൽ ജീവിക്കുന്ന ആർക്കും തൃപ്തികരമായിരിക്കില്ല. ദുനിയാവിൽ ആർക്കാണ് തൃപ്തി ഉണ്ടാവുക? ഒരാളുടെ ജീവിതത്തിൽ തൃപ്തി ഉണ്ടാവുക ആർക്കാണ്? മുഅ്മിനീങ്ങൾക്കുണ്ടാകും. അത് ഇബാദത്തിൻ്റെ കാര്യത്തിലൊക്കെ തൃപ്തി ഉണ്ടാകും, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തൃപ്തി ഉണ്ടാകും. അതല്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. പൊതുവിൽ ആർക്കാണ് തൃപ്തി ഉണ്ടാവുക? ഓരോരുത്തർക്കും തൃപ്തി ഉണ്ടാകും മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ. സ്വന്തം ജീവിതത്തിൽ ആർക്കും തൃപ്തി ഉണ്ടാവില്ല, ഒരാൾക്കും. അത് മടുത്തിട്ടുണ്ടാവും. അല്ല, മറ്റുള്ളവർ വലുതായി കാണുന്ന കാര്യം അവനവന് മടുത്തതായിരിക്കും, നിസ്സാരമായിരിക്കും. അതാണ് ദുനിയാവിൻ്റെ അവസ്ഥ. ഒരാൾക്കും തൃപ്തിപ്പെടാൻ സാധിക്കാത്തതാണ് ദുനിയാവ് എന്ന് പറയുന്നത്. ഫഹുവ ഫി ഈശത്തിൻ റാദിയ. സ്വർഗമാണെങ്കിലോ ഹദീസുകൾ കാണാം. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്ന ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, മയ്യദ്ഖുലുൽ ജന്ന, ആരാണോ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത്, യൻഅം, അവൻ സുഖിക്കും, ഫലാ യബ്അസ്,
സുഖിക്കുന്നതിൻ്റെ നേരെ വിപരീതം. ഒരിക്കലും വിഷമിക്കുകയില്ല. സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാൾ അയാൾക്ക് സുഖം മാത്രമേ ഉള്ളൂ. ലാ തഫ്ന ഷബാബുഹും വലാ തബ്ല സിയാബുഹും. അവരുടെ വസ്ത്രം നുരുമ്പുകയില്ല, അവരുടെ യുവത്വം നഷ്ടപ്പെടുകയില്ല. അല്ലെ, ദുനിയാവിൽ ഇപ്പോൾ എത്ര സുഖിച്ചാലും ഒരാൾ പരമാവധി സുഖിക്കുന്നു ദുനിയാവ്, അയാൾക്ക് എന്തുണ്ടാവും? അയാൾക്ക് പ്രായമായി വരുന്നതിൻ്റെ പേടിയുണ്ടാവും. അല്ലെ, ബാക്കിയെല്ലാം ഇല്ല എന്ന് വിചാരിക്കുക, ബാക്കി പലതും എൻ്റെ വരാനുണ്ട്, പല പ്രശ്നങ്ങളും മനുഷ്യന് സംഭവിക്കാനുണ്ട്. അതിൽ നിന്നൊക്കെ ഒരാൾ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുക, രോഗങ്ങളില്ല. അല്ല, ചിലപ്പോൾ രോഗമൊന്നും ഉണ്ടാവില്ല, പക്ഷെ വീട്ടിലൊരു രോഗി ഉണ്ടാവും, മാതാപിതാക്കൾ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ, അതല്ലെങ്കിൽ പിന്നെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും. ഇതിൽ നിന്നൊക്കെ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. പക്ഷെ എൻ്റെ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഈ സുഖം ഇതാ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ടെൻഷൻ അതെന്തായാലും ഉണ്ടാവും. അത് ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തതിനനുസരിച്ച് ഈ പ്രശ്നം കൂടി വരും. കാരണം ഇത്രയും മുന്തിയ സാധനമാണ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്ന ഒരാൾ, അവന് മരണത്തെക്കുറിച്ചും വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പേടി കൂടുതലായിരിക്കും. സാധാരണക്കാരായ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ആളുകൾ ചിലപ്പോൾ മരിച്ചു കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, അത് മാ ദുക്കിറ ഫീ ഖില്ലത്തിൻ ഇല്ല കസറഹ വല ദുക്കിറ ഫീ കസറത്തിൻ ഇല്ല ഖല്ലലഹ. അല്ല, ഒന്നുമില്ലായ്മയിൽ മരണത്തെക്കുറിച്ച് ഓർത്താൽ ആ ഇല്ലായ്മയെ അത് വിശാലമാക്കും. അല്ല, ദാരിദ്ര്യം അല്ലെങ്കിൽ രോഗം, കഷ്ടപ്പാട്, ആ സമയത്ത് മരണത്തെക്കുറിച്ച് ഓർത്താൽ അല്ല, മരണത്തെക്കാൾ വലുതല്ലല്ലോ ഇത്, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഇത് തീരുമല്ലോ, ഇങ്ങനെയൊക്കെ പല രീതിയും അതെന്ത് ചെയ്യും, അവിടെ ആശ്വാസം ഉണ്ടാക്കും. സമ്പന്നതയും ഐശ്വര്യവും അതിൻ്റെ ഇടയിൽ മരണത്തെക്കുറിച്ച് ഓർത്താൽ അതിനെ ഞെരുക്കി കളയും. അല്ല, ഈ സുഖമൊക്കെ മരിച്ചാൽ തീരും എന്ന കാര്യം ഓർത്താൽ എല്ലാ സുഖവും അതുകൊണ്ടാണ് ഹാദിമുല്ലദ്ദാത്ത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മരണത്തെക്കുറിച്ച്, സുഖങ്ങളെ മുറിച്ച് കളയുന്ന കാര്യം. അപ്പോൾ ദുനിയാവിൽ തൃപ്തി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. അത് വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, അള്ളാഹുവിനെക്കുറിച്ച് തൃപ്തിപ്പെട്ട ആളുകൾക്ക്, പരലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുള്ള ആളുകൾക്ക്, അവർക്ക് തൃപ്തി ഉണ്ടാവും. അപ്പോൾ പൊതുവിൽ ദുനിയാവിൻ്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് ദുനിയാവിനെ ചില പണ്ഡിതന്മാർ ഉപമിച്ചത് ഒരു ഭർത്താവിൻ്റെ അടുത്ത് ഉറച്ചു നിൽക്കാത്തൊരു പെണ്ണിനെ പോലെയാണ്. അതായത് തൊലാക്ക് വാങ്ങിക്കൊണ്ട് നടക്കുന്ന പെണ്ണ്, അതുപോലെയാണ് ദുനിയാവിൻ്റെ അവസ്ഥ. അല്ല, നമ്മൾ കുറച്ചു കാലം അനുഭവിക്കുന്നു, അതിനുശേഷം മറ്റു പലരും ആയിരക്കണക്കിന് ആളുകൾ അനുഭവിക്കാനുള്ളതാണ് ഈ സാധനം, നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. ഒരു ഇൽബീരി അല്ലേ കവിത, തായിയത്തിൽ ഇൽബീരി ഇതിലൊരു വരി ഉണ്ടല്ലോ, എന്താണ്, തനാമുദ്ദഹറ വൈഹക ഫീ ഗതീത്തിൻ ബിഹ ഹത്ത ഇദാ മിത്തൻ തബഹത. അതിൻ്റെ മുമ്പത്തെ വരി എന്താണ്? تفت فؤادك الأيام فتى وتنحت جسمك الأيام نحتا وتدعوك المنون دعاء صدق ألا يا صاحي أنت أريد أنت. അബത്ത തൊലാഖഹൽ അക്യാസുബത്ത. അതിൻ്റെ മുമ്പത്തെ ഹാഫ്, അതായത് ദുനിയാവ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ തൊലാക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലും നിൽക്കൂല. ആ കാര്യം ഓർത്താൽ ദുനിയാവിനെ കുറിച്ച് നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. ഇതാണ് ദുനിയാവിൻ്റെ അവസ്ഥ. എന്നാൽ ആഖിറത്ത്, പരലോകം എന്ന് പറയുന്നത് ഫഹുവ ഫീ ഈശത്തിൻ റാദിയ, അവൻ തൃപ്തനായിരിക്കും, അതിന് മതി. അല്ല, കുറച്ചാണെങ്കിലും അത് മതി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു ഗുണപാഠം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഒരു സുഖമാണ്, ഏറ്റവും വലിയൊരു നിഅമത്താണ് റിള എന്ന് പറയുന്നത്, തൃപ്തി എന്ന് പറയുന്നത്. സ്വർഗത്തിലെത്തിയതിൻ്റെ ഒരു ചെറിയ അംശമാണ്. അല്ലേ, സ്വർഗത്തിൽ കിട്ടാനുള്ള സുഖങ്ങളിൽ നമുക്ക് ദുനിയാവിൽ തന്നെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്, അള്ളാഹുവിനെ കുറിച്ചുള്ള തൃപ്തി എന്ന് പറയുന്നത്. സ്വർഗത്തിൽ ഒരുപാട് സുഖങ്ങൾ വരാനുണ്ട്, ഇനി പറയുന്നുണ്ട് അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചും മറ്റുമൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ റിള എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അവർ അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടവരെ, റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെടുക എന്നുള്ളത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന വലിയൊരു സുഖമാണ്. എത്ര കുറച്ച് വിഭവങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിലും തൃപ്തി ഉള്ളവൻ അവൻ സന്തോഷിക്കും, ഇതില്ലാത്തവൻ എത്ര വിഭവങ്ങൾ ഉണ്ടായാലും. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അറദ്, ഒരുപാട് വിഭവങ്ങൾ കയ്യിലുണ്ടാവുക എന്നുള്ളതല്ല ഐശ്വര്യം എന്ന് പറയുന്നത്. വലകിന്നൽ ഗിന ഗിന നഫ്സ്, അല്ലെ, മനസ്സിൻ്റെ ഐശ്വര്യമാണ് ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത്. മനസ്സിലൊരാൾക്ക് സമാധാനം ഉണ്ടാവുക, അള്ളാഹുവിനെ കുറിച്ച് തൃപ്തി ഉണ്ടാവുക, അത് വളരെ അപൂർവം ആളുകൾക്കേ ഉണ്ടാവുകയുള്ളൂ. മനുഷ്യരിൽ വളരെ അപൂർവം ആളുകൾക്കേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് വഖലീലുൻ മിൻ ഇബാദിയ ശക്കൂർ. അല്ലെ, റിള എന്ന് പറയുന്നത് ശുക്രിൻ്റെ മുകളിലാണ്. റിള എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് തൃപ്തി എന്ന് പറയുന്നത്, ഈ കിട്ടിയത് അതിൽ ഞാൻ തൃപ്തനാണ്. അപ്പോൾ റിള ഉണ്ടാവുക, അള്ളാഹുവിനെ കുറിച്ച് തൃപ്തി ഉണ്ടാവുക എന്നുള്ളത് വളരെ അപൂർവം ആളുകൾക്ക് മാത്രം ഉണ്ടാവുന്ന കാര്യമാണ്. അതുണ്ടായാൽ സ്വർഗത്തിലൊരു സുഖമാണ് അവർ അനുഭവിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ കാണാം. അല്ല, ചില ആളുകൾ രോഗിയായിരിക്കും, അവരെ നമ്മൾ സന്ദർശിച്ച് സമാധാനിപ്പിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അവർ നമ്മൾ ഇങ്ങോട്ട് സമാധാനിപ്പിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ട്.
സമാധാനിപ്പിക്കാൻ പോയ ആളെ ഇങ്ങോട്ട് തിരിച്ച് സമാധാനിപ്പിക്കും. നേരെ തിരിച്ചുണ്ട്. ചില ആളുകൾ അവർ വളരെ സുഖത്തിലായിരിക്കും. പക്ഷെ അവരോട് സംസാരിച്ചാൽ നമുക്ക് അവരെ സമാധാനിപ്പിക്കാൻ തോന്നും. അല്ല, അഭിനന്ദിക്കാൻ പോയതായിരിക്കും. പക്ഷെ നമ്മൾ ആശ്വസിപ്പിക്കേണ്ടി വരും അവരെ. അല്ല, ഒരാൾക്ക് കച്ചവടത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായി, അല്ലെങ്കിൽ പ്രൊമോഷൻ ഉണ്ടായി, അല്ലെങ്കിൽ മക്കളുണ്ടായി, വേറെ എന്തെങ്കിലും സന്തോഷമുണ്ടായി, അല്ലെങ്കിൽ മക്കളെ വിവാഹം കഴിപ്പിച്ചു വിട്ടു, മറ്റെന്തെങ്കിലും. അപ്പോൾ അവരെ നമ്മളൊന്ന് അഭിനന്ദിക്കാൻ വേണ്ടി സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ സംഭവിച്ച എന്തെങ്കിലും ചില്ലറ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അവരെ സമാധാനിപ്പിക്കേണ്ടി വരും. അങ്ങനെയുള്ള ആളുകളുണ്ട്. എല്ലാം ഒരാളുടെ മനസ്ഥിതിക്കനുസരിച്ചാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കുറവായിരിക്കും. അള്ളാഹുവിനെക്കുറിച്ച് തൃപ്തിപ്പെടുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാം. അദ്ദേഹം ജയിലിലായപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരാൾക്ക് 60 വയസ്സായിട്ട് 60 വയസ്സ് കഴിഞ്ഞിട്ട് ജയിലിലേക്ക് പോവാണ്, അല്ലെങ്കിൽ 58, 59 വയസ്സിൽ ജയിലിലേക്ക് പോവാണ്. അതും ഒരുപാട് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട്. അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗ്ഗത്തിൽ ഭരണാധികാരിയുടെ കൂടെ ജിഹാദിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തു, ദഅവത്ത് ചെയ്തു, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. എന്നിട്ട് അവസാനം ഇതേ ഭരണാധികാരി പിടിച്ച് ജയിലിലിടാണ് അദ്ദേഹത്തെ. അങ്ങനെ ജയിലിൽ പോകുമ്പോൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ, അവർ ഇബ്നു തൈമിയ്യയെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനൊക്കെ ജയിലിലേക്ക് പോകുമ്പോൾ ഇബ്നുൽ ഖയ്യിം പറയാണ്, വരുന്ന ആളുകളൊക്കെ അവിടെ ഇരിക്കും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവരെ സമാധാനിപ്പിക്കും. അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ പിന്നീട് അങ്ങനെയായി മാറി എന്നാണ് പറയുന്നത് ഇബ്നുൽ ഖയ്യിം. പുറത്തുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ എന്തെങ്കിലും മനപ്രയാസം, ഒരു ഈമാൻ കുറവൊക്കെ തോന്നിയാൽ ജയിലിൽ പോവാം ഇബ്നു തൈമിയ്യനെ കാണാമെന്ന് പറയും. ഇത് കെട്ടുകഥയല്ല. ഇബ്നു തൈമിയ്യയുടെ സീറയിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വളരെ സമാധാനത്തിലേക്ക് മടങ്ങുന്നത് എന്നാണ്. അതുപോലെ അദ്ദേഹം ആ ജയിൽ ഒരു മദ്രസയാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയാണ്, അദ്ദേഹം ജയിലിൽ ഇരുന്നിട്ട് അവിടെയുള്ള സാധാരണ ജയിലിൽ പോകുന്ന ആളുകൾ മോശം ആളുകളായിരിക്കും, പല കുറ്റകൃത്യങ്ങളും ചെയ്ത് വന്നവരായിരിക്കും. അവർക്ക് നമസ്കാരം തുടങ്ങി. അതുപോലെ തന്നെ അവർക്ക് ഇബ്നു തൈമിയ്യ ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ജയിലിൽ ക്ലാസ്സുകളും ഇൽമിൻ്റെ മജ്‌ലിസുകളും ഒക്കെ ആയിട്ട് അതൊരു മദ്രസ പോലെയായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരാളുടെ മനോഗതി പോലെയാണ്. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതാണെന്ന് ഓർത്താൽ തൃപ്തി ഉണ്ടാകും. ഈ തൃപ്തി ഉണ്ടാകാൻ എന്ത് വേണം? ഖദറിലുള്ള വിശ്വാസം വേണം. ഖദറിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ തൃപ്തി ഉണ്ടാകും. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാ റഅയ്ന ഖൈറ ഐശിന ഇല്ല ബിസ്സബ്ർ. സബ്ർ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സുഖമുള്ള സന്തോഷമുള്ള ദിവസങ്ങൾ കിട്ടിയത് എന്നാണ് പറയുന്നത്. കാരണം സബ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ മുസീബത്ത് ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതിന് പിന്നിൽ അള്ളാഹുവിന് വലിയ ഹിക്മത്തുണ്ടാകും. ഇതിൽ ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് നാളെ പ്രതിഫലമുണ്ട്. ആ വിശ്വാസത്തിനാണ് സബ്ർ എന്ന് പറയുന്നത്. അതുള്ളവൻ സന്തോഷിക്കും, സമാധാനിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒരു തീക്കനൽ വായിലിട്ട് കടിച്ചു പിടിക്കുന്നതാണ് അള്ളാഹു തആല വിധിച്ചൊരു കാര്യം. അത് വിധിച്ചില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ തീക്കനൽ വായിലിട്ട് കടിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു നൽകുന്ന എല്ലാ കാര്യത്തിലും സമാധാനം, സന്തോഷം, അത് എൻ്റെ നന്മക്കായിരിക്കും എന്നുള്ള വിശ്വാസം, അത് സ്വർഗീയ സുഖങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഫി ജന്നത്തിൻ ആലിയ. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് കാണാം ഈ തൃപ്തിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയായിരിക്കും അവിടെ തൃപ്തികരമായി സംഭവിക്കാൻ പോകുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, സ്വർഗ്ഗാവകാശികൾ സ്വർഗ്ഗത്തിൽ പോയാൽ അവരോട് പറയും, യുനാദി മുനാദിൻ, ഒരു വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന ഇന്ന ലക്കും അൻ തസിഹു ഫലാ തസ്ഖമു അബദ. സ്വർഗ്ഗാവകാശികളെ, നിങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കൂ, ഫലാ തസ്ഖമു അബദ, നിങ്ങൾ ഒരിക്കലും രോഗികളാവുകയില്ല, രോഗം നിങ്ങളെ ബാധിക്കുകയില്ല. ഫഇന്ന ലക്കും അൻ തഹ്യൗ ഫലാ തമൂതു അബദ, നിങ്ങൾ എന്നെന്നും ജീവിച്ചിരിക്കുക, നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല. വഇന്ന ലക്കും അൻ തശിബ്ബു ഫലാ തഹ്റമു അബദ, നിങ്ങൾ യുവാക്കളായിരിക്കുക, നിങ്ങളുടെ യുവത്വം ഒരിക്കലും തീരുകയില്ല, നിങ്ങൾ വൃദ്ധരാവുകയില്ല എന്ന് അവരോട് പറയും. അപ്പോൾ ഇതാണ് സ്വർഗ്ഗത്തിലെ തൃപ്തികരമായ ജീവിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫി ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗ്ഗം. ഇപ്പോൾ സ്വർഗ്ഗം എന്ന് പറയുന്നത് 7 ആകാശത്തിന് മുകളിലാണ്, ആണ് സ്വർഗ്ഗത്തിൻ്റെ സ്ഥാനം. ഖുതൂഫുഹ ദാനിയ, ആ സ്വർഗ്ഗത്തിലെ പഴക്കുലകൾ, ഖുതൂഫ് എന്ന് പറഞ്ഞാൽ ഖിത്ഫുൻ എന്നുള്ള വാക്കിൻ്റെ ബഹുവചനമാണ്. അവിടെയുള്ള പഴക്കുലകൾ ദാനിയത്തുൻ, അത് അടുത്ത് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് എടുക്കാൻ വേണ്ടി എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. ഹദീസുകൾ കാണാൻ വിശദീകരിച്ചത് നിൽക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും ഒക്കെ അത് അടുത്ത് കിട്ടും. ഒരാൾ കട്ടിലിരിക്കുകയാണെങ്കിൽ അവൻ്റെ അടുത്തായിരിക്കും അതിൻ്റെ കുലകൾ ഉണ്ടാവുക. എഴുന്നേറ്റിരിക്കുകയാണെങ്കിൽ അവന് കയ്യെത്താവുന്ന ദൂരത്തിലായിരിക്കും. കുലു വഷ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. അല്ലാഹു തആല അവരോട് പറയും, കുലു വഷ്റബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. ഹനീഅൻ, ഹനീഅൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം പ്രയാസമില്ലാതെ കിട്ടുന്നതിനാണ് ഹനീഅൻ എന്ന് പറയാം. ഹനീ അല്ലക്ക, നിനക്ക് നീ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ നിനക്ക് ഇതാ ഒരു നല്ല കാര്യം കിട്ടിയിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഹനീഅൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ തീറ്റയും കുടിയൊക്കെ വളരെ പ്രയാസമില്ലാത്ത രൂപത്തിൽ തുടർന്നു കൊള്ളുക.
ബിമ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, നിങ്ങൾ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ചെയ്തതിൻ്റെ ഫലമായിക്കൊണ്ട്. അസ്ലഫ എന്ന് പറഞ്ഞാൽ അല്ലെ, നമ്മൾ സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ, അപ്പോൾ കഴിഞ്ഞുപോയ ആളുകൾ. സലഫ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയി എന്നാണ്. അപ്പോൾ നിങ്ങൾ പിറകോട്ട് ഉപേക്ഷിച്ച, അസ്ലഫ നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ഫിൽ അയ്യാമിൽ ഖാലിയ കഴിഞ്ഞ കാലങ്ങളിലായിക്കൊണ്ട്, അപ്പോൾ ഭൗതിക ജീവിതത്തിൽ ദുനിയാവിൽ നിങ്ങൾ ചെയ്ത നന്മകൾ കാരണമായിട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും എന്താണ്, സ്വർഗപ്രവേശനം എന്ന് പറയുന്നതിന് സബബുകളുണ്ട്. അതാണ് ഓർമ്മിപ്പിക്കുന്നത്. അല്ലെ, അമലുകൾ കൊണ്ട് ഒരാളും സ്വർഗത്തിലെത്തുകയില്ല. അഥവാ അമലിൻ്റെ തുല്യമായ പ്രതിഫലം എന്നുള്ള നിലക്ക് ഒരാളും സ്വർഗത്തിൽ പോവുകയില്ല. പക്ഷേ സ്വർഗത്തിൽ പോകാനുള്ള സബബാണ് സാലിഹായ അമലുകൾ എന്ന് പറയുന്നത്. ഏതുപോലെ, ഇപ്പോൾ ഒരാൾ ഒരു ചെറിയ സബബ് ചെയ്തു. ഉദാഹരണത്തിന് ഒരു കല്ലെടുത്തെറിഞ്ഞു, അത് ഒരാളുടെ മർമ്മത്തിൽ തട്ടി ആൾ മരിച്ചുപോയി. അപ്പോൾ ഈ കല്ലെറിയുക എന്നുള്ള സബബാണ്. അല്ല, ഒരാളെ കൊല്ലാൻ സാധാരണ വേണ്ട ഒരു അധ്വാനം ഇയാൾ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദാഹരണങ്ങൾ ഓർത്ത് നോക്കുക. ചെറിയൊരു സബബ് ചെയ്തിട്ട് വലിയ ഫലം കിട്ടുന്നത്, അതാണ് സ്വർഗത്തിൻ്റെ സബബ് എന്ന് പറയുമ്പോൾ, അമലുകൾ സ്വർഗത്തിനുള്ള സബബാണെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന അമലിനുള്ള തുല്യമായ പ്രതിഫലമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരാൾ സ്വർഗത്തിൽ പോകുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം. അല്ലേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ യുദ്ഖില അഹദക്കും അമലുഹു അൽ ജന്ന, നിങ്ങളെ ഒരാളെയും അവൻ്റെ അമല് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അപ്പോൾ ഇല്ല, സഹാബത്ത് ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, താങ്കളും അങ്ങനെയാണോ? അവിടുന്ന് പറഞ്ഞു, വല അന ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അള്ളാഹു എൻ്റെ റഹ്മത്ത് കൊണ്ട് തന്നെ പൊതിഞ്ഞാലില്ലെങ്കിൽ ഞാനും പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ അമലുകൾക്ക് തുല്യമല്ല സ്വർഗം എന്ന് പറയുന്നത്, പക്ഷേ സ്വർഗത്തിനുള്ള സബബാണ് അമലുകൾ. 7 മിനിറ്റ് ഉണ്ടോ? ശരി. കുലു വഷ്റബു ഹനിയൻ. അപ്പോൾ ഹനി എന്നുള്ള വാക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം ഈ അർത്ഥത്തിൽ. നല്ല ഒരു കാര്യം ഇതാ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള തീറ്റയെക്കുറിച്ചാണ് ഈ പറയുന്നത്. സ്വർഗത്തിൽ നിങ്ങൾ എളുപ്പം പോയി എന്നല്ല അർത്ഥം. സ്വർഗത്തിൽ ഇപ്പോൾ നിലവിൽ നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നത് വളരെ എളുപ്പത്തിലാണ്. അവിടെ ദുനിയാവിൽ തിന്നാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാടൊന്നും അവിടെ ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേറെ എവിടെയാണ് ഈ വാക്കുള്ളത് ഖുർആനിൽ, ഹനി എന്നുള്ള വാക്ക്? അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഹനി അമ്മരി, അതെവിടെയാണ്? സൂറത്ത് നിസായിൽ മഹറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, മഹർ കൊടുക്കുക, വാത്തുൻ നിസാ സദഖാത്തിഹിന്ന നിഹ്ല ഫഇൻ തിബ്ന ലക്കും അൻ ശൈഇൻ മിൻഹു നഫ്സൻ, അതിൽ നിന്ന് എന്തെങ്കിലും അവർ തൃപ്തിപ്പെട്ട് നിങ്ങൾക്ക് തന്നാൽ, അത് മഹർ കൊടുത്തു, ഭർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അതിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചിങ്ങോട്ട് കൊടുത്താൽ, ഫകുലൂഹു ഹനി അമ്മരിയ. അപ്പോൾ സ്വഹാബത്തിന് അത് വാങ്ങാൻ മടിയായിരുന്നു, കാരണം സ്ത്രീകളുടെ ഹക്കാണ്, അവർക്ക് അങ്ങോട്ട് കൊടുത്തതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാര്യ തിരിച്ച് ഭർത്താവിന് കൊടുത്താൽ ഹനി അൻ, അത് നിങ്ങൾക്ക് വെറുതെ കിട്ടിയതാണ്, അതുകൊണ്ട് അത് തിന്നുകൊള്ളുക എന്നർത്ഥം. അപ്പോൾ അത് പ്രയാസമില്ലാതെ നിങ്ങളത് കഴിച്ചുകൊള്ളുക എന്നർത്ഥം. അപ്പോൾ സ്വർഗത്തിലെ തീറ്റയെക്കുറിച്ച് ഈ വാക്കാണ് ഉപയോഗിച്ചത്. കുലു വഷ്റബു ഹനിഅൻ ബിമ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തികളുടെ ഫലമായി. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഫലമാണ് അമൽ എന്ന് പറയുന്നത്. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സബബാണ് ദുനിയാവിൽ ചെയ്യുന്ന സ്വാലിഹായ അമലുകൾ. വതിൽകൽ ജന്നത്തുല്ലതി ഊരിസ്തുമൂഹ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾക്ക് കിട്ടിയ ഈ സ്വർഗം ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തിരുന്ന അമലുകൾ കാരണമാണ്. ലക്കും ഫീഹ ഫാകിഹത്തുൻ കസീറത്തുൻ മിൻഹാ തഅകുലൂൻ. അതുപോലെ ഇതേ പ്രയോഗം സൂറത്ത് തൂറിലുണ്ട്, ഹനിഅൻ എന്ന് പറഞ്ഞുകൊണ്ട്. കുലു വഷ്റബു ഹനിഅൻ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത് കാരണം, നിങ്ങൾ അമൽ ചെയ്തിരുന്നത് കാരണം നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള, നാളെ ഈ സുഖകരമായ ഈശത്തുൻ റാദിയ എന്ന് അല്ലാഹു തആല പറഞ്ഞ ജീവിതത്തിനുള്ള സബബുകളാണെന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് അമൽ ചെയ്യാൻ അത് വലിയ ഒരു പ്രോത്സാഹനമായിരിക്കും, അല്ലേ? ഓർത്ത് നോക്കൂ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ സദസ്സ്, നമുക്ക് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, അല്ലാഹു തആല നമുക്ക് ഇഖ്ലാസ് തരട്ടെ, നമുക്ക് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഇത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു കാരണമാണ്. നമുക്കൊരാളൊരു ഓഫർ ചെയ്യാമെന്ന് വിചാരിക്കാം, ഇങ്ങനെ 2 ദിവസം ഒരു ക്ലാസ് കേട്ടാൽ. ക്ലാസ് എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ ക്ലാസ്സിലായതുകൊണ്ട് പറയുന്നതാണ്. അമലുകൾ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും മഹത്തായ അമലുകൾ ഒരുപാടുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന നമസ്കാരം, അല്ലെങ്കിൽ മാതാപിതാക്കളോട് ചെയ്യുന്ന നന്മ, സദഖ, നിങ്ങൾ ഏത് അമലാണെങ്കിലും അത് ചെയ്താൽ, ഒരാഴ്ച ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചാൽ, അടുത്തൊരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം, ഒരാഴ്ച വേണ്ട, ഒരു ദിവസം ഏതെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന വിദേശ രാജ്യത്ത് പോയിട്ട് ജീവിക്കാനുള്ള, അവിടെ 1-2 ദിവസം ടൂറ് കറങ്ങാനുള്ള ടിക്കറ്റ് തരാം, അവിടുത്തെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും. അപ്പോൾ പരലോകത്തെക്കുറിച്ച് യഖീനുള്ള ആളുകൾ അവർ അമൽ ചെയ്യും. അതുകൊണ്ടാണ് ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഇന്നൽ മുഅ്മിന അഹ്സനൽ ദന്ന ബില്ലാഹ് ഫഅഹ്സനൽ അമൽ. ഒരു മുഅ്മിൻ അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നല്ലതായിരിക്കും. എന്താ അള്ളാഹിനെ കുറിച്ച് നല്ല ചിന്ത എന്ന് പറഞ്ഞാൽ?
അള്ളാഹു തആല പറഞ്ഞ ഈ വാഗ്ദാനം അവൻ പാലിക്കും എന്ന് ഉറപ്പുണ്ടായിരിക്കും. ഫഅഹ്സനൽ അമൽ, അപ്പോൾ അവൻ എന്ത് ചെയ്യും? അമൽ ചെയ്യും. വഇന്നൽ മുനാഫിഖ് അസാഅ അദ്ദന്ന ബില്ലാഹ് ഫഅസാഅൽ അമൽ, മുനാഫിഖ് അള്ളാഹുവിനെ കുറിച്ച് അവന് ചിന്ത മോശമാണ്, ചെറിയ സംശയമാണ്. അപ്പോൾ ഫഅസാഅൽ അമൽ, അവൻ്റെ അമൽ അതിനനുസരിച്ച് മോശമായിരിക്കും. ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചൊരു സംഭവം കാണാം അദ്ദേഹത്തിന് ശുഅബുൽ ഈമാൻ എന്ന് പറയുന്ന കിതാബിൽ. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം യാത്രയിലാണ്. അപ്പോൾ ഒരു അറാബിയെ കണ്ടു, ആടിനെ മേയ്ച്ച് നടക്കുന്ന ഒരു അറാബിയെ. ഇബ്നു ഉമറും കൂട്ടുകാരും യാത്രയിൽ കൂടെയുള്ള ആളുകളൊക്കെ അവിടെ ഇരുന്ന് മരുഭൂമിയിൽ അവരിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ അവർ അവരുടെ സുഫ്രയൊക്കെ വിരിച്ച് വെച്ച് അതിൽ ഭക്ഷണമൊക്കെ വിളമ്പി കഴിക്കാൻ നിൽക്കുമ്പോഴാണ് ഈ അറാബി ആടുകളെയും കൊണ്ട് അതിലൂടെ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ അറാബിയെ വിളിച്ചു, എന്നിട്ട് അവനോട് പറഞ്ഞു വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ അറാബി പറഞ്ഞു ഇന്നി സ്വാഇം, എനിക്ക് നോമ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആരുമില്ലാത്തൊരു മലയിലാണ്. അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു തസൂമു ഫിഹാദൽ യൗമി അശ്ശദീദി ഹർറുഹു, ഇങ്ങനെ കടുത്ത ചൂടുള്ള ഈ ദിവസം നോമ്പ് നിൽക്കുകയാണോ, അതും ഈ ആടിനെയും കൊണ്ട് ഈ മലയിലൂടെ നടക്കുന്ന ഈ തിരക്കിനിടയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അറാബി പറഞ്ഞ ഒരു വാക്ക് ആണ് ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിരിക്കുന്നത്. അറാബി പറഞ്ഞു ഇന്നി ഉബാദിറു അയ്യാമി അൽ ഖാലിയ, ഈ സൂറത്തിൽ പറഞ്ഞ ഈ ആയത്ത് ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ എന്ന് പറഞ്ഞല്ലോ, ആ ദിവസങ്ങൾ അത് സമ്പാദിക്കുന്ന തിരക്കിലാണ് ഞാൻ. ഈ പറഞ്ഞ അൽ അയ്യാമുൽ ഖാലിയ എന്ന് പറഞ്ഞ ആ ദിവസങ്ങൾ അത് തീർന്നു പോകുന്നതിന് മുമ്പ് അമൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ചിന്താഗതി, അല്ലെ? ഇങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ മുൻഗണനാക്രമങ്ങളൊക്കെ മാറും, അല്ലെ? നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കിട്ടിയ ഈ സമയം എന്ന് പറയുന്നത് അത് ഈ സ്വർഗത്തിന് വേണ്ട അമലുകൾ ചെയ്യാനാണ്, ഈ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങാനാണ്. അതല്ലാതെ ആ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിസ്സാരമായ ദുനിയാവിലെ സുഖങ്ങൾക്ക് പിന്നാലെ പോയാൽ നമ്മുടെ എത്ര വലിയ നഷ്ടക്കാരാണ്. ഉദാഹരണങ്ങൾ ആലോചിച്ചാൽ മതി, നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മ വരും. ഒരാളിപ്പം വലിയ കച്ചവടം ചെയ്യാനുള്ള അവസരം കിട്ടി, അല്ലെങ്കിൽ വലിയൊരു കോഴ്സ് പഠിക്കാനുള്ള അവസരം കിട്ടി, അത് ഒഴിവാക്കിയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്ത് കളിച്ച് നടന്നാൽ, നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ കൊണ്ടുപോയാക്കി, അങ്ങനെ അവർ കോളേജിൽ പഠിക്കുന്നതിന് പകരം അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നതിന് പകരം അവിടെ കളി തമാശയായിട്ട് നടന്ന് അവരെ പഠനത്തെ ബാധിക്കുന്ന വിധത്തിൽ കളിച്ചാൽ നമ്മളെന്താ പറയുക? അവൻ ചെയ്തത് ഹലാലായ കാര്യമാണ്, ഇതിൽ കളിക്കുക എന്നുള്ളത് ഹറാമൊന്നുമല്ല. കുട്ടികൾ അങ്ങനെ ചോദിക്കും, ഹറാമാണോ കളിക്കുക എന്നുള്ളത്? ഹറാമല്ല, പക്ഷേ അവന് കുറേ കാലം കൂടി കളിച്ച് ചിരിച്ച് സമാധാനത്തിൽ ജീവിക്കാനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത്. അതുപോലെ വലിയ നഷ്ടമാണ് നമ്മൾ വരുത്തി വെക്കുന്നത്. നമ്മുടെ സമയം അത് ഈ കാര്യത്തിനാണ് ചിലവഴിക്കേണ്ടത്. നാളെ സ്വർഗത്തിൽ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഈ പറഞ്ഞ ഈശത്തുൻ റാദിയ എന്ന് പറയുന്ന ജീവിതം അത് നേടാനാണ് നമ്മുടെ ഊർജവും സമയവും സമ്പത്തും നമ്മൾ ചിലവഴിക്കേണ്ടത്. ഇനി അടുത്ത ആയത്തുകളിൽ നേരെ വിപരീതമായിട്ടുള്ള ആളുകൾ, നിഷേധികളായ ആളുകളുടെ അവരുടെ കർമ്മരേഖ കയ്യിൽ കൊടുക്കുന്നതിനെ കുറിച്ചാണ് തുടർന്നുള്ള ആയത്തുകൾ പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ആയത്തുകൾ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ പോലെ സ്വർഗത്തിന് കാരണമാകുന്ന അമലുകൾ ചെയ്യാൻ, അതിൽ മുന്നേറാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.